ഹായ് ഗൈസ്. അപ്പോ ഇപ്പം കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു കോൺട്രവേഴ്സി ആണല്ലോ നമ്മുടെ അശ്വന്ത് കോക്കും മാധവ് സുരേഷും ഉള്ളത്. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ചലഞ്ച് പോലെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സംഭവം നമുക്ക് ആദ്യമേ നോക്കാം. ഇപ്പോൾ അംഗം അട്ടഹാസം എന്ന് പറയുന്ന മാധവ് സുരേഷിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു മൂവി വന്നു. ഓക്കെ, അതിന് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എല്ലാ മൂവിയുടെയും ഒട്ടുമിക്കവാറും തന്നെ അത്യാവശ്യം എല്ലാ മൂവിയുടെയും തന്നെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിനകത്ത്. അശ്വന്ത് കോക്കിനെ പോലെ ഇത്രയും അധികം റീച്ചുള്ള, ഓക്കെ, ഇത്രയും അധികം ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന ഇത്രയും റീച്ചുള്ള മറ്റൊരാൾ ഇപ്പൊ ഇല്ല കേരളത്തിൽ. അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോ അദ്ദേഹം ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്തു. അതിനെപ്പറ്റി ഒരു നെഗറ്റീവ് റിവ്യൂ എന്നുള്ള രീതിക്ക്, അതായത് അദ്ദേഹത്തിന് അത് പേഴ്സണലായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതി അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹം എല്ലാ റിവ്യൂവും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ആ വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നില്ല. നോർമലായിട്ട് ഏതൊരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോയ്ക്കും റിയാക്ട് ചെയ്തിരിക്കുന്നത്, ആ ഒരു സിനിമയുടെ റിവ്യൂവും ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ അംഗമട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസർ ഒരു ചാനലിൽ വന്നിരുന്നിട്ട്, മാധവ് സുരേഷും ഉണ്ട് ചാനലിൽ വന്നിരുന്നിട്ട് പറയാണ്, എന്റെ കയ്യിൽ നിന്നും 1,00,000 രൂപയോളം വാങ്ങിച്ചു, എന്നിട്ട് നെഗറ്റീവ് റിവ്യൂ. ഓക്കെ, അങ്ങനെ ഒരു രീതിക്ക്, അതായത് പൈസ വാങ്ങിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാം എന്നുള്ള രീതിക്ക് ഡീൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ മാധവ് സുരേഷും അതിന്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, ഓക്കെ, എനിക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ എന്നെ തെളിവൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ കാണിച്ചിട്ടില്ല, പക്ഷെ എനിക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, ഈടെയാണ് എന്നോട് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഉടൻ തന്നെ നമ്മുടെ അശ്വന്ത് കോക്ക് ഒരു റിവ്യൂ ആയിട്ട് വന്നു. തെളിവെടുക്കുന്നു പറഞ്ഞിട്ട്. ഓക്കെ, അദ്ദേഹം പറയുന്നതിന് എന്താണ് തെറ്റ്? അദ്ദേഹത്തിനോട് നമ്മളെപ്പറ്റി ഒരു ആരോപണം, ഒരു മോശമായിട്ടുള്ള ഒരു ആരോപണം നമ്മളെപ്പറ്റി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്? അത് ഒട്ടും ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത് ചോദിക്കുന്ന തെളിവെടുക്കാനല്ലേ? നമ്മളൊരു സാധനം അവിടെ നിന്ന് എടുത്തിട്ട് പോയി, നീ ഇത് എടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, നീ ഞാൻ അവിടെ നീ എടുത്ത് അവിടെ CCTV ചെക്ക് ചെയ്യാൻ നമ്മൾ പറയും അല്ലേ? ഒരു ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് പോയാൽ അവിടെ CCTV ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനുള്ള ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ നമ്മൾ എടുക്കും. ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു തെളിവെടുക്കാൻ പറയുന്നത്. ഇനി ബാക്കി എന്താണ് ഇനി ബാക്കിയായിട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ തെളിവെടുക്കൂ എന്ന് പറഞ്ഞ് ഭയങ്കര അഗ്രസീവായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെപ്പറ്റി ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ, ഒട്ടും നമുക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോഴത്തേനും തിരിച്ച് റിയാക്ട് ചെയ്ത് പോകില്ല ഏതൊരു മനുഷ്യനും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മാധവ് സുരേഷ്, അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് മുമ്പും ഇതിനു മുമ്പ് ഈ ഒരു സിനിമയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു മൂവി വന്നിരുന്നു. അതും ഒരുപാട് ട്രോൾ മെറ്റീരിയൽ ആയ ഒരു മൂവിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അപ്പൊ ആ ഒരു അതിനകത്ത് അനാഥരാണ് ഗുണ്ടകളല്ല എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയ ഡയലോഗ്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമയിൽ നമ്മുടെ ആരെങ്കിലും, നമ്മൾ ഈ സിനിമ എന്നത് മാത്രമല്ല, നമ്മൾ എന്തൊരു മീഡിയയിലാണെങ്കിലും നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരോ ഒക്കെ ഉള്ളൊരു ഒരു മീഡിയയിൽ നമ്മൾ എത്തിപ്പെട്ടു വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുപ്രായത്തിൽ നമ്മൾ എത്തിപ്പെടും. മാധവ് സുരേഷിനെ പറ്റി നമ്മൾ പറയുകയാണ്, അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലൊരു പ്രായമാണ് അല്ലേ? ഈ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹം സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് എത്രയോ ചോയ്സ് ആണുള്ളത്. എത്രയോ ലക്ഷക്കണക്കിന് ചോയ്സ് ആയിരിക്കും അദ്ദേഹത്തിന് മുമ്പിൽ, എത്രയോ കഥകളായിരിക്കും വെറൈറ്റി ആയിട്ടുള്ള അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത്. ഇങ്ങനെ ഒരു അവസരം ഒരുപാട് ആളുകൾക്ക് കിട്ടില്ല. ഇപ്പൊ പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന ഒരാൾ, പുതുതായിട്ട് ഒരുപാട് സിനിമയൊക്കെ അന്വേഷണം നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടുന്ന ഒരു അവസരത്തിലേക്ക് അവർ പെട്ടെന്ന് ചാടിക്കേറി എവിടെയെങ്കിലുമൊക്കെ അഭിനയിക്കുക എന്നുള്ളത് മാത്രമുള്ളായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷേ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമില്ല. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ഒരു സിനിമ ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മറ്റൊരു സിനിമ ചെയ്തെങ്കിലും പ്രശ്നങ്ങൾ വരില്ല. പുതിയൊരാളെ പോലെയല്ല. പുതിയൊരാളെ സംബന്ധിച്ച് ആ സമയം കൊണ്ട് തന്നെ അവർ ഔട്ടായി പോകും. പക്ഷെ ഇങ്ങനല്ലല്ലോ ഇവരുടെയൊക്കെ കാര്യം. ഈ ഒരു കാര്യം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത ഒരാളെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്, ഇനിയിപ്പോ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ദുൽഖർ സൽമാനാണ് കേട്ടോ. ഇപ്പൊ അദ്ദേഹത്തിനെ മമ്മൂട്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു മീഡിയയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഇന്നും ഓർത്തിരിക്കുന്ന പല സിനിമകളും അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ഈ കരിയറിന്റെ ആ ഒരു തുടക്ക സമയത്താണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ചാർലി എന്ന് പറഞ്ഞൊരു മൂവി, ദുൽഖർ സൽമാന്റെ ഓൾ ടൈം, എന്റെ ഏറ്റവും ഓൾ ടൈം ഫേവററ്റ് മൂവിയാണ് ചാർലി എന്ന് പറയുന്നത്. ചാർലി എന്ന് പറയുന്ന മൂവിയൊക്കെ അദ്ദേഹം ആ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു മിഡ് റേഞ്ചിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ അതെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പടമാണത്. ആ ഒരു ചാൻസ് ഉണ്ട് മുമ്പിൽ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കഥകൾ നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ടുള്ള അവസരം അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കുണ്ട്. പുതിയൊരാളെ ഞാൻ പറയുന്ന ഇപ്പം കണക്ട് ആവുമെന്ന് തോന്നുന്നു. പുതിയൊരാളെ പോലല്ല,
ഇഷ്ടം പോലെ ഉള്ള അവസരങ്ങൾ, ചാൻസസ് ആണ് അങ്ങനെയുള്ളവർക്കുള്ളത്. ഇങ്ങനൊരു പേരൻസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്ന, സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ആ ഒരു അവസരം കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള കഥകൾ സെലക്ട് ചെയ്ത് അത്യാവശ്യം ഒന്ന് ഹിറ്റ് ആവുന്ന പടങ്ങളൊക്കെ ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഏതൊരാളും ചെയ്യുന്ന കാര്യമാണ് അല്ലേ? പക്ഷെ ഈ ഒരു ഒരു സംഭവം വരുമ്പോഴത്തേനും ഇതിനെ ഡീൽ ചെയ്യുന്ന രീതിയും അവർക്ക് മാറിപ്പോയി. ഓക്കെ. ഇപ്പോ മറ്റൊരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് പറയണം. ഈ പ്രൊഡ്യൂസർ, അങ്കമട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ആ ഒരു ചാനലിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ, ഇങ്ങനെ ഒരു ഈ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം സംസാരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ഒരാള് ഇദ്ദേഹത്തിനെ പറ്റി മുമ്പും ഒരുപാട് പേര്, ഇപ്പൊ സിനിമാക്കാർ തന്നെയാണെങ്കിലും ബാക്കിയുള്ളവർ ആരാണെങ്കിലും അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് മോശം പറയുന്നുണ്ട്. അതായത് ഒരാൾ പീക്കിലേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി അടിച്ചിടാൻ വേണ്ടി നോക്കുമല്ലോ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഇത്രയും ഒരു 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 പവർഫുൾ ആയിട്ട് ഇദ്ദേഹം പ്രതികരിച്ചൊരു രീതി നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ പ്രൊഡ്യൂസറും വിചാരിച്ചു കാണും, ഇങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് തീർന്നല്ലോ, ഇങ്ങ് പൊക്കോളൂ, ഇനിയിപ്പോ നമ്മുടെ സിനിമയ്ക്കും ഗുണം ചെയ്യും എന്നുള്ള രീതിക്കായിരിക്കും അദ്ദേഹം അതങ്ങ് പറഞ്ഞു വിട്ടത്. ഓക്കെ. മാധവ് സുരേഷും അതിന്റെ ആ ഒരു കൂട്ടത്തിൽ അങ്ങനെ നിന്നായിരിക്കാം. ഈ ഒരു കാര്യത്തില് ഇത്രയും ഒരു പ്രതികരണം വരുമ്പോ അത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമാവും. കാര്യം അദ്ദേഹത്തിന് ഇനിയിപ്പോ എല്ലാരും, ഈ വീഡിയോ കണ്ട എല്ലാവരും ക്വസ്റ്റ്യൻ മാർക്കോടെ ഇരിക്കുകയായിരിക്കും. തരൂ തരൂ അല്ലെ, തെളിവ് തരൂ, തെളിവ് തരൂ, നിങ്ങൾ തെളിവ് കൊടുക്കുന്നു എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ഇതൊരു വലിയൊരു പ്രഷറായിട്ട് അദ്ദേഹത്തിന് മാറത്തില്ല. ഇതിപ്പോ നമ്മളിത് ഒരു 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 ഒരാളെ പറ്റി ഒരു കാര്യം പറയുമ്പോ ആ ഒരാൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആ കാര്യം സത്യമായിരിക്കണം അല്ലേ? നമ്മൾ പറയുന്ന ഒരു കാര്യം വളരെയധികം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഭയങ്കര വളരെ പ്രൂഫ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഓക്കെ, സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഓക്കെ. പക്ഷെ ഒട്ടും സത്യമല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, സത്യമല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എന്നാലും ഇതിന്റെയൊക്കെ ഒരു പൊതുവെയുള്ള രീതി കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഐ മീൻ, ഇത് ഒരിക്കലും ഈ ഒരു പൈസ എന്നുള്ളൊരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലായിട്ട്. കാര്യം എന്താണെന്നറിയോ? ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചൊക്കെ അവർക്കൊക്കെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ. അവര് ആളുകളിലേക്ക് അറിയപ്പെട്ടത് എല്ലാം ഈ ഒരു മേഖല കൊണ്ടാണ്. അപ്പൊ ആ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു ഒരു തിരിമറി എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അത് അവരുടെ കരിയറിനെ ബാധിക്കില്ലേ? ഇവർക്കെല്ലാം നേടിക്കൊടുത്ത ഈ കരിയറിനെ ബാധിക്കുന്ന ഒരു കാര്യം അവർ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ കരിയറിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു മീഡിയയെ നമ്മൾ എന്തെങ്കിലും കാര്യം കൊണ്ട് നശിപ്പിച്ചു കളയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കളയത്തില്ല. അപ്പോ ഈ ഒരു കാര്യം വന്നപ്പോൾ ഇനിയിപ്പോ തെളിവ് കൊടുത്താൽ ഓക്കെ. ഈ ഒരാൾ വന്നിട്ട്, ഈ പ്രൊഡ്യൂസർ വന്നിട്ട്, ഇതാണ് തെളിവ്, ഇതാണ് ചോദിച്ചത്. ഇപ്പൊ ആളെ വിട്ട് ചോദിച്ചു എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് ഏതാളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അത് ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം അല്ലേ? ഇങ്ങനൊരു ഇത്രയും ഒരാൾ ലെവലിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് പൈസ വാങ്ങിച്ച് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. പൈസ വാങ്ങിച്ച് ചെയ്തെന്ന് വെളിയിലറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പ്രശ്നമാവില്ലേ? ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാവില്ലേ? അപ്പൊ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് മറ്റൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നറിയോ? ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസനെ പറ്റി അശ്വന്ത് കുക്ക് പറയുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും, ടെക്സ്റ്റ് ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ധ്യാൻ ഈസ് ദ സൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ധ്യാൻ ശ്രീനിവാസൻ ഇതിലും വലിയൊരു പീക്ക് ഇനി കിട്ടാനില്ല. ഓക്കെ. സിനിമയിൽ പോലും അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു എൻട്രി കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയാണല്ലേ ഒരു കാര്യത്തിന് ഡീൽ ചെയ്യുന്ന രീതി, ഒരു സിറ്റുവേഷനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണ് പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഒരു പ്ലാനോടെയാണ് അദ്ദേഹം വന്നിരുന്നെങ്കിൽ ആ സിനിമ അദ്ദേഹം അത്രയും പ്ലാനോടെ ചെയ്യണമായിരുന്നു അല്ലേ? ഇത്രയും പ്ലാനോടെ അത്രയും നല്ല കാസ്റ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അത്രയും നല്ല രീതിയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ, കാസ്റ്റിങ്ങിനാണോ ഇപ്പൊ പഞ്ഞം? ഇപ്പൊ മലയാള സിനിമയിൽ കാസ്റ്റിങ്ങിനാണോ പഞ്ഞം? വാഴ 2 എന്ന് പറഞ്ഞൊരു സിനിമയാണ് കാസ്റ്റിങ്ങിന്റെ പക്ക അല്ലെ? അതിനകത്ത് അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാര്, ഇപ്പൊ ഹാഷിറിന്റെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാര്, അലന്റെ കുടുംബം, അങ്ങനെ എല്ലാവരും. ഇതിലാരാ മോശം? നല്ലൊരു കാസ്റ്റിംഗ് ഡയറക്ടറിനെ വെച്ചിട്ട് നന്നായിട്ട് പടം കാസ്റ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ പടം ഒരിക്കലും പൊട്ടത്തില്ല. നല്ലൊരു സ്റ്റോറിയും കൂടെ ആണെങ്കിൽ ഒരിക്കലും പടം പൊട്ടത്തില്ല. അത് ചിന്തിച്ചിട്ട് ചെയ്യണം. അല്ലാതെ ഈ തിരിച്ചു കിട്ടാത്ത ഒരു ഏരിയയിലേക്ക് എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള അലിഗേഷൻസ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഈ ഒരു
കോൺട്രവേഴ്സി ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തോന്നുന്നതെന്ന് എന്തുപോയാലും ഒന്ന് കമന്റിൽ പറ കേട്ടോ.